ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊന്നൊരു ചെറിയ വീഡിയോ ഇട്ടോ വരുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഈ കാണുന്ന ചെടികളൊക്കെ മണ്ണ് മാറ്റി വെക്കാനുള്ളതാണ്. അപ്പോൾ പുതിയ മണ്ണും വളവും എങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഞാൻ വീട്ടിലുണ്ടാക്കിയ വളങ്ങളാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് മുട്ടത്തൊണ്ടും ചായപ്പൊടിയും കൂടി ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ്. മുട്ടത്തോണ്ട് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല പൂവും കായൊക്കെ നിറയെ ഉണ്ടാവും. അപ്പം ഞാനതും ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയൊക്കെ. പിന്നെ ഇത് കമ്പോസ്റ്റാണ്. വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അല്ലേ, അതൊക്കെ ഇട്ട് വെച്ച് പിന്നെ കരിയില വെണ്ണീർ അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. അത് പൊടിഞ്ഞ് വന്നിരിക്കുക കേട്ടോ, ശരിക്കും വളം പോലെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് പഴയതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ തന്നെ അതിൻ്റെ അടിയിലേക്ക് ഇടുകയാണ്. പിന്നെ ഇതിട്ട് കൊടുക്കുന്നത് മുട്ടത്തൊണ്ടും ചായപ്പൊടി ഞാൻ പറഞ്ഞില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ചട്ടുകം മണ്ണിട്ട് കൊടുക്കുക. പിന്നെ ഇടുന്ന കരിയില കമ്പോസ്റ്റ് ആട്ടോ, അത് നല്ലത് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. അപ്പോൾ ചട്ടി വെയിറ്റും ഉണ്ടാവില്ല, പിന്നെ ചെടിക്ക് നല്ലതാണേനും. അതിനാണ് കരിയില കമ്പോസ്റ്റ് അധികം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി കലർത്തി വെക്കണം. അതിനുശേഷം ചെടി അതിൽ വെച്ച് കൊടുക്കുക. ഞാനൊരു പുതിയ ചെടി കേട്ടോ വെച്ചിട്ട് നിങ്ങൾ കണ്ടിരിക്കണമെന്നറിയില്ല, എനിക്കിതിൻ്റെ പേരറിയില്ല. ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ട് വന്നതാണ്. അന്ന് 400-500 രൂപ കൊടുത്തിട്ടുണ്ട്. ഈ തൂക്കുചട്ടിയാണിത്. പക്ഷെ നല്ല ഭംഗിയാട്ടോ, പച്ച കളറാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചട്ടിയിലത്തെ 4 കഷ്ണമാക്കാം, 4-5 കഷ്ണമാക്കാം. പക്ഷെ ഞാൻ 4 കഷ്ണമാക്കണത് കത്തിയും കൊണ്ട് ഇതുപോലെ നടു മുറിച്ചെടുക്കുക. എന്നിട്ട് അതാണ് കുഴിച്ചിടുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇപ്പം മഴക്കാലമല്ല, അപ്പം മണ്ണ് മാറ്റിയാലും ചെടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നടുവേന സമയത്ത് മണ്ണ് മാറ്റിയ ചെടികളൊക്കെ വാടി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ചെടീൻ്റെ എന്താ പറയുക, ചട്ടിയിൽ വേര് നിറഞ്ഞിട്ട് നല്ല തിക്കായിട്ടാണ് കാരണം അത് അങ്ങനെ. അപ്പം ഇനി പുതിയ വേരുകൾ വരും അതിൻ്റെ അടിയിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക, നല്ല അടിയിലേക്ക് വേരിറങ്ങുള്ളൂ. ചെടികൾക്ക് കുറേ വളരുമ്പോഴേ വേര് ചട്ടിൽ നിറയെ തിങ്ങും. പിന്നെ അവർ വെള്ളമൊന്നും വലിച്ചെടുക്കാനുള്ളത് പറ്റില്ല. അപ്പോൾ അവർ വാടാൻ തുടങ്ങും, വളർച്ച മുരടിക്കും ചെയ്യും. അപ്പം മണ്ണ് മാറ്റി കൊടുക്കണം. ഞാൻ പഴയ വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു എൻ്റെ തൂക്കുചട്ടികളും ചെടികളൊക്കെ. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ചെടിയുടെ മുകളിലത്തെ ഇലകളൊക്കെ മുറിച്ച് കൊടുക്കണം. അപ്പോൾ പുതിയ ആകുമ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാൻ ഈ ചെടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണോ കരിയില എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇത് കരിയില ഇട്ടിട്ടുണ്ടെങ്കിൽ കരിയില വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വെയിറ്റ് ഉണ്ടാവില്ല. കുറച്ചധികം കരിയില ഇട്ട് കൊടുക്കുക നല്ലത്. മണ്ണ് അധികം ഉപയോഗിക്കാതിരിക്കുക നല്ലതാണ്. ചെടി കുഴിച്ചൊല്ലി കഴിഞ്ഞതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാൻ പഴയ ചട്ടി തന്നെ എടുത്തിരിക്കുന്നു, കാരണം ചട്ടിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം അതന്നെ എടുത്തതാണ്. ഒരു ചെടി വെച്ചില്ല, ഇനി രണ്ടാമത്തെ ചെടി വെക്കാൻ പോവുക കേട്ടോ. അതിന് ഞാൻ എടുക്കണത് എന്താണെന്നറിയാം, വീട്ടിൽ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തണൽമരമുണ്ട്, അതിങ്ങനെ കൂട്ടി വെച്ചിരിക്കുക അവിടെ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന കരിയിലൊക്കെ മാറ്റി വെച്ചാൽ മതി. കോഴിമുട്ട ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മുട്ടത്തോണ്ട് എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഉറുമ്പൊക്കെ വരുള്ളൂ. അതുപോലെ ചായലയും തന്നെ അത് വരിച്ചിട്ട് അതും ഒരു പാത്രത്തിലിട്ട് വെക്കുക. അപ്പോൾ ഈ ചായപ്പൊടിയും അതുപോലെ മുട്ടത്തൊണ്ടൊക്കെ ചെടിക്ക് നല്ലതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ മേടിക്കണ കോഴിമുട്ട തൊണ്ടും ചായപ്പൊടി ചണ്ടി കേട്ടോ, അതൊക്കെ എടുത്ത് വെക്കും ഞാൻ. അതുപോലെ പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ തെങ്ങിന് വളർന്നതൊക്കെ ഇട്ടിരുന്നു, അതൊക്കെ എൻ്റെ കമ്പോസ്റ്റ് ശരിക്ക് കണ്ട ചാണകം പോലെ ഉണ്ട്. അതിപ്പോൾ മഴയായിട്ട് നനഞ്ഞിട്ട് കേട്ടോ, പക്ഷെ നല്ല കമ്പോസ്റ്റ് ആയിരുന്നു. എല്ലാവരും ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താ ചാണകമാണോ ഇട്ട് കൊടുക്കണത്? ചാണകമല്ല, ശരിക്കും 2 റിങ്ങിൽ നിറയെ ഞാൻ ഇലയും പുല്ലും ഒക്കെ ഇട്ടിട്ട് വെച്ച കമ്പോസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പേരക്കുട്ടി കേട്ടോ വീഡിയോ എടുക്കണത്, കാരണം എനിക്ക് ഒറ്റക്ക് പറ്റില്ല. പേരക്കുട്ടി വന്നിരുന്നു, അപ്പോൾ ഞാൻ അവനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കണത്. സ്റ്റാൻഡൊന്നുമില്ല, സ്റ്റാൻഡൊക്കെ ഇനി മേടിക്കണം. അപ്പോൾ അങ്ങനെ 2 ചട്ടി വെച്ചു ഞാൻ. ഇതിൽ നനക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. സ്പ്രേ ബോട്ടിൽ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലത്തെ പിന്നെ ബോട്ടിൽ തന്നെ വെള്ളം നിറക്കുന്ന ബോട്ടിൽ പപ്പട കമ്പിയും കൊണ്ട് ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയ ഇതാണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലൊന്നും ആവശ്യമില്ല. ഞാനും അതുകൊണ്ട് അപ്പം നനക്കണത്. ഒന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ
ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആ 4 ചെടി കുഴിച്ചിട്ടു കേട്ടോ. ഇതെന്താ പറയുക, ചെടി അതേപോലത്തെ ചെടി തന്നെയാണ്, പക്ഷേ ഇതും പറിച്ച് വെക്കാനായിക്കണ് വേർത്തിങ്ങിട്ട്. ഇതിൻ്റെ അടിയിൽ കണ്ട വേറെ മുള വന്നിരിക്കണ്. ഇതാണ് ചെടി, ഇതണ്ട അടിയിൽ കൂടി മുള വന്നിരിക്കുക. തൂക്കുചട്ടിയിൽ തൂക്കിയിട്ടിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അത് ചട്ടിയിൽ നിന്ന്. ഇനിയിപ്പോൾ അത് പറിച്ച് വെക്കണം ഇതേപോലെ മുറിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ 4 ചട്ടി വെച്ചു ഞാൻ. ഒരു ചട്ടിയിൽ നിന്ന് 4 ചെടി കിട്ടി. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കുക.